സ്നേഹമുള്ളവരെ, കോവിഡ്-19 മഹാമാരി ലോകം മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വ്യാപനത്തെ ചെറുക്കുക, ഈ മഹാമാരിയെ നിയന്ത്രണ വിധേയമാക്കുക, നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടി ലോക്ക്ഡൗൺ രാജ്യത്ത് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ടാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ വിശുദ്ധ വാര ആചരണം എല്ലാ വർഷവും നടത്താറുള്ളതുപോലെ നടത്തുവാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ്. സഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം ഇപ്രകാരം ഒരു വിശുദ്ധ വാര ആചരണം നടത്തപ്പെടുന്നത്. എല്ലാ തിരുക്കർമ്മങ്ങളും ജനപങ്കാളിത്തമില്ലാതെയാണ് നടത്തപ്പെടുവാൻ പോകുന്നത്. ഓശാന ഞായറാഴ്ച നമ്മളെല്ലാവരും കുരുത്തോല വെഞ്ചരിപ്പിൽ സംബന്ധിച്ച് ആ കുരുത്തോലകൾ കയ്യിലേന്തി പ്രദക്ഷിണമായിട്ട് ദേവാലയത്തിലേക്ക് നീങ്ങുകയും ആഘോഷമായിട്ട് ദേവാലയത്തിൽ പ്രവേശിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഓർമ്മ ഈ അവസരത്തിൽ നമുക്ക് പുതുക്കുവാൻ സാധിക്കും. നമ്മളെല്ലാവരും ദേവാലയങ്ങളിൽ ജനപങ്കാളിത്തമില്ലാതെ നടത്തപ്പെടുന്ന ആചരണത്തിൻ്റെ ലൈവ് സംപ്രേഷണം നമ്മുടെ വീടുകളിലിരുന്ന് വീക്ഷിക്കാനായിട്ട് പോവുകയാണ്. 2000 വർഷങ്ങൾക്ക് മുൻപ് യഹൂദജനം യേശുവിനെ ഓശാന വിളിച്ചു. ബഥാനിയയിൽ നിന്ന് ജെറൂസലമിലേക്ക് ആഗതനായ കർത്താവിനെ അവിടെ സമ്മേളിച്ചിരുന്നവരെല്ലാവരും ഒരുമിച്ച് കൂടി ഓശാന വിളിച്ചുകൊണ്ട് ജെറൂസലത്തേക്ക് ആനയിച്ചു. രാജോചിതമായ ഒരു സ്വീകരണം, വിജയ ശ്രീലാളിതനായി തിരിച്ചു വരുന്ന ഒരു രാജാവിനെ നൽകുന്നത് പോലുള്ള ഒരു സ്വീകരണമാണ് അന്ന് അവിടെ സമ്മേളിച്ചിരുന്നവർ ഈശോയ്ക്ക് നൽകിയത്. കർത്താവിനെ അവർ ഒരു രാജാവായിട്ട് കണ്ടു, ഭൗതിക രാജാവായിട്ട്. റോമൻ അടിമത്തത്തിൽ നിന്ന് ആ യഹൂദ ജനത്തെ മോചിപ്പിക്കുന്നതിന് വേണ്ടി ആഗതനായ ഒരു രാജാവായിട്ട് യേശുവിനെ അവർ കണ്ട് യേശുവിനെ ഓശാന വിളിച്ചു. അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്നവർ കർത്താവിനോട് പ്രാർത്ഥിക്കുകയായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, കർത്താവ് നമ്മളെ എല്ലാവരെയും രക്ഷിച്ചു കഴിഞ്ഞുവെന്ന്. കർത്താവ് തൻ്റെ പീഡാസഹനവും കുരിശ് മരണവും ഉത്ഥാനവും വഴി നമ്മെ എല്ലാവരെയും രക്ഷിച്ചു. ഭൗതികമായ രക്ഷയല്ല കർത്താവ് നമുക്ക് നൽകിയത്. നമ്മുടെ പാപത്തിൽ നിന്ന്, അതിൻ്റെ ഫലമായ എല്ലാ തിന്മകളിൽ നിന്നും കർത്താവ് നമ്മെ രക്ഷിച്ചു. ആ രക്ഷയുടെ ഫലങ്ങൾ അനുഭവിക്കുവാൻ, ആ രക്ഷയിൽ പങ്കുചേരുവാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മളെല്ലാവരും. രക്ഷകനായ കർത്താവിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് മാമോദീസ സ്വീകരിച്ചത് വഴിയായിട്ട് നമ്മളെല്ലാവരും കർത്താവ് നമുക്ക് നേടിത്തന്ന ആ രക്ഷയിൽ പങ്കുകാരായി. അതുകൊണ്ട് കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം, നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നത് കർത്താവെ രക്ഷയുടെ ഫലങ്ങൾ പൂർണ്ണമായി പ്രാപിക്കുവാൻ അവിടെ നിന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്നുള്ളതാണ്. കർത്താവിനോട് ഒരിക്കൽ ഒരാൾ ചോദിക്കുകയുണ്ടായി, രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ എന്ന്. ലുക്കായുടെ സുവിശേഷം 13:13 ഒരാൾ വന്ന് കർത്താവിനോട് ചോദിച്ചത് രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ? കർത്താവ് നൽകിയ മറുപടി എന്തായിരുന്നു നമുക്കറിയാം. ഇടുങ്ങിയ വഴിയിലൂടെ സഞ്ചരിക്കുക. എന്താണ് ഇടുങ്ങിയ വഴി? കർത്താവിൻ്റെ പ്രബോധനങ്ങൾക്കനുസരിച്ചുള്ള ജീവിതം. അപ്രകാരം ഒരു ജീവിതം നിങ്ങൾ നയിക്കുക. അതാണ് കർത്താവ് പറഞ്ഞത്. നമ്മൾ രക്ഷിക്കപ്പെട്ടവരായതുകൊണ്ട് നമ്മളെല്ലാവരും സംരക്ഷിതരല്ല. നമ്മൾ രക്ഷിക്കപ്പെട്ടവരായതുകൊണ്ട് നമ്മളെല്ലാവരും രക്ഷ പ്രാപിക്കും എന്നാരും അർത്ഥമാക്കേണ്ടതില്ല, കരുതേണ്ടതില്ല. നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ്, എന്നാൽ രക്ഷ പ്രാപിക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കണം. കർത്താവ് തന്നെ പറയുകയുണ്ടായി,
മത്തായിയുടെ സുവിശേഷം 12:11 സ്നാപക യോഹന്നാൻ്റെ കാലം മുതൽ ഇന്ന് വരെ സ്വർഗരാജ്യം ബലവശ്യമാകുന്നു, ബലം പ്രയോഗിക്കുന്നവൻ അത് കീഴടക്കുന്നുവെന്ന്. അതായത് നമ്മൾ ബലം പ്രയോഗിക്കണം. രക്ഷ പ്രാപിക്കാനായിട്ട് വേണ്ടതെല്ലാം നമ്മൾ ചെയ്യണം. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏതൊരുവനുമല്ല സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. കർത്താവ് പറഞ്ഞു മത്തായിയുടെ സുവിശേഷം 7:21 മറിച്ച് എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. നമ്മളെല്ലാവരും രക്ഷ പ്രാപിക്കേണ്ടവരാണ്. രക്ഷ പ്രാപിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ പ്രബോധനങ്ങൾക്കനുസരിച്ചുള്ള ഒരു ജീവിതം നയിക്കണം. യാക്കോബ് ശ്ലീഹ പറയുകയുണ്ടായി, വിശ്വാസം ഉണ്ടായതുകൊണ്ട് മാത്രമല്ല, വിശ്വാസത്തിന് നമ്മെ രക്ഷിക്കാൻ സാധിക്കുകയില്ല. വിശ്വാസത്തിന് ചേർന്ന പ്രവൃത്തികൾ ചെയ്താൽ മാത്രമേ വിശ്വാസം നമുക്ക് രക്ഷ പ്രദാനം ചെയ്യുകയുള്ളൂ. കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് കർത്താവിനോട് അപേക്ഷിക്കുക മാത്രമല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് നേടിത്തന്ന ആ രക്ഷയുടെ ഫലങ്ങൾ പൂർണ്ണമായിട്ട് പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിന് സഹായകരമായ ജീവിതം നയിക്കുവാനുള്ള ആ നല്ല മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ. കർത്താവെ അങ്ങ് ഞങ്ങളെ രക്ഷിച്ചു, ആ രക്ഷയുടെ ഫലങ്ങൾ പ്രാപിക്കുവാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ. രക്ഷയുടെ ഫലങ്ങൾ പൂർണ്ണമായിട്ട് പ്രാപിക്കുവാനുള്ള ഒരാഗ്രഹം, ഒരു നല്ല മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ, അത് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയാണെങ്കിൽ, പടിയിൽ പോകാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ നമുക്ക് കൈവന്ന അല്ലെങ്കിൽ കർത്താവ് നമുക്ക് നേടിത്തന്ന രക്ഷയുടെ ഫലങ്ങൾ, രക്ഷയുടെ മഹാത്മ്യം മനസ്സിലാക്കിക്കൊണ്ട് ആ രക്ഷയുടെ ഫലങ്ങൾ പ്രാപിക്കാൻ സാധിച്ചവരാണ് നമ്മൾ. അത് പൂർണ്ണമായിട്ട് പ്രാപിക്കുവാൻ വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ആചരണവും നമ്മെ സംബന്ധിച്ചിടത്തോളം അർത്ഥവത്തായ അനുഗ്രഹപ്രദമായ ഞായറായിട്ട് മാറും. അതോടൊപ്പം തന്നെ ഈ ഒരു സാഹചര്യത്തിൽ COVID-19 ആ മഹാമാരിയിൽ നിന്ന് ഞങ്ങളെല്ലാവരും രക്ഷിക്കണമേ എന്നുകൂടി ഹൃദയപൂർവ്വം നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കണം. ലോകമെങ്ങും ഈ മഹാമാരി വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയേറെ പേരാണ് ആ രോഗം ബാധിച്ച് വേദനിച്ച് കഴിയുന്നവർ. അവരെല്ലാവരും നമുക്ക് ഓർമ്മിക്കാം. ഷാലോം TV-യുടെ പ്രേക്ഷകരായ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനാശംസകളും ഏറ്റവും സ്നേഹപൂർവ്വം ഞാൻ നേരുന്നു.